ഹായ് കൂട്ടുകാരെ, ഫാത്തീസ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് വെച്ച നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ്. അതിനായി നമുക്ക് മീഡിയം സൈസ് 2 ഉള്ളിയും 2 പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/2 കിലോ ചിക്കനും ആവശ്യമുണ്ട്. അതിനായി ചോപ്പ് ചെയ്ത ഉള്ളി ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായി വഴറ്റി ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പിട്ട് വഴറ്റിയതിനു ശേഷം ബ്രൗൺ നിറമാകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് 1 സ്പൂൺ ചേർക്കുക. ഇത് നന്നായി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി ഇത് കുറച്ച് വാടിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അടപ്പെടുത്ത് ഇത് അടച്ച് വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഒന്നുകൂടി ഇളക്കി പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകളും പൊടികളും ചേർക്കാം. അതിനായി ഞാൻ അര സ്പൂൺ മഞ്ഞളും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ, ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ആ ചിക്കൻ കഴുകി വെള്ളം ഊറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ച് കുറച്ച് അര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഇത് ഒരു അടപ്പ് കൊണ്ട് മൂടി ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കറി നന്നായി തിളക്കുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഉപ്പ് കുറവായിരുന്നു. അതിനുശേഷം ഒരു തേങ്ങയുടെ പകുതിയിലേക്ക് 1 സ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഈ കറിയിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ എല്ലാ ഭാഗവും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ആ സമയത്ത് 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നന്നായി തിള വരുന്നത് കാണാം. ആ സമയത്ത് ഒരു 1 മിനിറ്റും കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.